കർത്താവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി തന്ന കർത്താവിൻ്റെ ദയയ്ക്കും കൃപയ്ക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഷാർജയിൽ അസംബ്ലി സുഗോടനുള്ള ബന്ധത്തിൽ അവിടെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ദൈവ സഭ ഷാർജയിലും ഫുജറയിലുമുണ്ട്. അവിടെ ആയിരിക്കുന്നു. ദൈവ സഭയോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ലിനു എൻ്റെ സ്നേഹിതനാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ബോംബെയിൽ വെച്ച് തന്നെ തമ്മിൽ പരിചയപ്പെടുകയും വളരെ സുഹൃത്ത് ബന്ധങ്ങളായിരുന്നു അവർ തമ്മിൽ. അങ്ങനെ ഉല്ലാസനഗർ തൊട്ടുള്ള പരിചയത്തിലാണ്, പ്രിയ ലിനു ആയിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ ദേശത്തിലേക്ക് വരുവാനിടയായത്. ഞാൻ ഇവിടെ വരുന്നത് ഏത് ചർച്ചിലേക്കാണ്, പാസ്റ്റർ ആരാണെന്നൊന്നും എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നത്തേതിൽ പാസ്റ്റങ്ങളെക്കുറിച്ച് കേൾക്കുവാനിടയായി. അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പാപ്പനോടും മാവിമാരോടൊക്കെ ചോദിച്ചപ്പോൾ പാസ്റ്റങ്ങളെക്കുറിച്ച് അവർക്ക് ധാരാളം കാര്യമാണ് പറയാനുള്ളത്. ഞാനത് എല്ലാം ഇവിടെ പറഞ്ഞ് ചെയ്യുന്നില്ല. കാരണം തന്നിൽ കൂടെ ചെയ്ത ആ പൈനിയറിങ് വർക്ക്, ഇലിക്കാട്ടൂർ വട്ടക്കോട് ഏരിയയിൽ ചെയ്ത സൺഡേ സ്കൂളിനോടുള്ള ബന്ധത്തിലും അതല്ലാതെ അവിടുത്തെ ചർച്ചിനോടുള്ള ബന്ധത്തിലും കർത്താവ് തന്നിൽ കൂടെ ചെയ്ത എല്ലാ വലിയ പ്രവർത്തികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മാതൃകയുള്ള കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസനെ, തൻ്റെ ശുശ്രൂഷ ജീവിതത്തെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പാസേജ് നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരെങ്കിലും ഒന്ന് പരസ്യമായി വായിച്ച് സഹായിക്കണം. 1 John chapter 4 verses 1-3. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. സ്തോത്രം. കർത്താവ് പരീശന്മാരോട് ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യം ഇപ്പോഴും വളരെ നിലനിൽക്കുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. മത്തായി 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ് ഈ 3 ദിവസം ധ്യാനിക്കാൻ വേണ്ടി വളരെ ശാന്തമായി ഞാൻ ഈ 3 ദിവസം സംസാരിക്കും. എ കോൾ ഫോർ ഡിസേൺമെൻറ്റ്. വിവേചിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുക. എന്താണ് വിവേചിക്കുക എന്നുള്ളത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിസേൺമെൻറ്റ്? ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്ത് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് വിവേചിക്കുക, ഡിസേണിങ് എന്നുള്ളൊരു കാര്യം. അതിൻ്റെ അപകടം ധാരാളമാണ്. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭയോടുള്ള ബന്ധത്തിലും ശരിക്കും വിവേചിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇത് ഉപവാസ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെ ധ്യാനിച്ചു പോകുമ്പോൾ കർത്താവ് ഈ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. കർത്താവ് നമ്മളോട് ഇടപെടും. ശരിക്കും ഈ വർഷത്തിൻ്റെ അവസാനം നാം ഇങ്ങനെ കഴിയാറായി കർത്താവിനെ ഇതുവരെ നടത്തിയ കൃപകളെയൊക്കെ ഓർത്ത് നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ തന്നെ
ഈ അടുത്ത വർഷം ദൈവം അനുവദിച്ചാൽ, കർത്താവേ, ഹെൽപ്പ് മീ ടു ലിവ് എ ലൈഫ് ദാറ്റ് ഇസ് ട്രൂലി സ്പിരിച്വലി ഡിസേണിങ് ദി ഏജസ്. സുബോധമുള്ളവരായി നടക്കാൻ കർത്താവ് അടിയങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് ഈ വായിച്ച ഈ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. 1 യോഹന്നാൻ 4:1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ ധ്യാനത്തിന് വേണ്ടി എടുത്തത്. പൊതുവേ വേദ പുസ്തകം പഠിപ്പിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത് യോഹന്നാൻ ആണ് ഈ ലേഖനം എഴുതിയത് എഫെസോസിലുള്ള പല സഭകൾക്ക് താനിത് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. 1, 2, 3 ലേഖനങ്ങൾ. ഇതൊരു സർക്കുലർ ലെറ്ററായിട്ട് കാണാം. ഒരു സഭയെ വായിച്ച് അടുത്ത സഭയിലേക്ക്, അതിൻ്റെ അടുത്ത സഭയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രോബബ്ലി യോഹന്നാൻ തന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആത്മീക മക്കളാകാനാണ് സാധ്യത. കാരണം ഈ ലേഖനത്തിൽ തന്നെ 6 തവണ പ്രിയമുള്ളവരെ എന്ന് വിളിക്കുന്നുണ്ട്. അടുത്തത് 13 തവണ കുഞ്ഞുങ്ങളെ, ലിറ്റിൽ ചിൽഡ്രൻ എന്ന് വിളിക്കുന്നുണ്ട്. യേശു തന്നെ ശിഷ്യന്മാരെ വിളിച്ചത് യോഹന്നാൻ 13:33 വാക്യം വായിക്കുമ്പോൾ ലിറ്റിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്നത്. യോഹന്നാനും താൻ ഒരു പക്ഷേ ആത്മീകമായി ജനിപ്പിച്ച ഈ വിശ്വാസികളെ നോക്കിയിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ലിറ്റിൽ ചിൽഡ്രൻ. എന്തുകൊണ്ടാണ് ഈ ലേഖനം താൻ എഴുതുന്നത്? വൈ ഈസ് റൈറ്റിംഗ് ദിസ് ലെറ്റർ? അത് നമുക്കൊന്ന് ധ്യാനിക്കണം. എന്നിട്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാം. ഈ വിശ്വാസികളെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രബോധിപ്പിക്കുകയും കറക്റ്റ് ചെയ്യുകയും ഉറപ്പിക്കുകയും ചെയ്യും. ഈസ് എക്സോർട്ടിങ് ദം, കറക്റ്റിംഗ് ദം. ഇവരുടെ ജീവിതത്തിൽ ഇവരെ ആ ഉറപ്പിന് ക്ഷതം വരാതെ, ഉറപ്പ് ഒന്ന് കുലുങ്ങാതെ, അവർ വിശ്വസിച്ചത്, അവർ ഏറ്റെടുത്തതിൽ അന്ത്യത്തോളം ഉറച്ചു നിൽക്കാൻ വേണ്ടി അവരെ ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കുന്ന കാര്യം ഞാൻ ചില വാക്കുകൾ നമ്മൾക്ക് ഒന്ന് നോക്കിപ്പോകാം. വാക്യം വായിക്കേണ്ട ആവശ്യമില്ല. അവിടെ നോക്കി പോകുമ്പോൾ അവരോട് പറയുകയാണ്, യുവർ സിൻസ് ആർ ഫോർഗിവൻ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത പറയുന്നത്, നിങ്ങൾ ത്രിയേക ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലാണ്, പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മയിലാണ്. യു ആർ ഇൻ ഫെലോഷിപ്പ് വിത്ത് ദ ട്രൈയൂൺ ഗോഡ്. അടുത്ത് പറയുന്നത്, കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവവും പിതാവും പുത്രനും മാത്രമായിട്ടല്ല, അപ്പോസ്തോലിക ഉപദേശത്തിലും നിങ്ങൾ കൂട്ടായ്മ ആചരിച്ച് ആ അപ്പോസ്തോലിക കൂട്ടായ്മയിൽ നിങ്ങൾ നിൽക്കുകയാണ്. യു ആർ വിത്ത് ദി അപ്പോസ്റ്റൽസ് ആൻഡ് ദ ടീച്ചിങ്. എന്നിട്ട് പറയും, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ ജയിച്ചവരാണ്. യു ഹാവ് ഓവർകം ദ ഈവിൽ ആൻഡ് ദ വേൾഡ്. അടുത്ത് പറയുന്നത്, ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചിട്ടുണ്ട്. യു ഹാവ് അനോയിന്റിങ് ഫ്രം ദി ഹോളി വൺ, പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചവരാണ് നിങ്ങൾ. അടുത്ത് പറയുകയാണ്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം മരണം മരിച്ചു. അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ് ഈ ലേഖനത്തിൽ നമുക്ക് കാണുമ്പോൾ ഇവരെ ഉറപ്പിക്കുക. എന്തുകൊണ്ടാണ് യോഹന്നാൻ താൻ ജനിപ്പിച്ച, ആത്മാവിൽ ജനിപ്പിച്ച, കൊണ്ടുവന്ന ഇവരെ ഉറപ്പിക്കുന്നത് എന്താണ്? വൈ ഈസ് ഡൂയിങ് ദാറ്റ്? അതിനൊരു കാരണമുണ്ട്. ഈ സഭയിൽ നിന്ന് ചില ഗ്രൂപ്പ് ഈ സഭയിൽ നിന്ന് വെളിയിൽ പോയി. സെഷനിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വിഘടനവാദികൾ എന്നോ അങ്ങനെയൊക്കെ പേര് നമുക്ക് വിളിക്കാം. ഈ ഗ്രൂപ്പിൽ നിന്ന് വെളിയിൽ പോയി. അത് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം, 18-19 വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ, 18-19 വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നുവെന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. ഒരു സമയം വരെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തു പറ്റി? ഇവിടുന്ന് പുറപ്പെട്ട് പോയത് കൊണ്ട് അവർ, യോഹന്നാൻ പറയുകയാണ്, ദേ ഡു നോട്ട് ബിലോങ്സ് ടു അസ്. അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മളോട് കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമായി, ഇറ്റ് ഷുഡ്
be visible to all that they do not belong to this community. ഇവർ വെളിയിൽ പോയ കാര്യം സത്യമാണ്. പക്ഷെ ഇവർ വെളിയിൽ പോയിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇവർ വെളിയിൽ പോയിട്ട് പോയതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ളവർ അടുക്കലേക്ക് ഇപ്പോൾ സമീപിക്കുക. അത് 2 യോഹന്നാൻ 9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആ സൂചന നമുക്കവിടെ കാണാൻ കഴിയും. 2 ജോൺ ചാപ്റ്റർ 1 അധ്യായമുള്ള അതിൻ്റെ 9 വാക്യം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ, അപ്പോൾ എന്തുകൊണ്ടാണ് പോയത്? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും എന്തില്ല? അപ്പോൾ ഉപദേശം ഇല്ലാത്തവനും എന്തില്ലെന്നാ? അത് മനസ്സിലാക്കിക്കോട്ടെ നമ്മളെല്ലാവരും. ക്രിസ്തുവിൻ്റെ ഉപദേശം ഇല്ലാത്ത ഒരുത്തനും, അത് എത്ര വലിയ വ്യക്തിയായിരുന്നാലും ദൈവം ഇല്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നു എന്നോ പിതാവും പുത്രനും ഉണ്ട്. ഇനി 10 വാക്യം. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നെങ്കിൽ അവനെ വീട്ടിൽ കയറ്റി പ്രൈസിലോട് പറയണമെന്നല്ലേ? അങ്ങനാണോ? അവിടെ വീട്ടിൽ കയറ്റല്ലെന്നാ. അങ്ങനെ വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനുമായി എന്ത് ചെയ്യല്? കുശലം പറയുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്തോ പറ്റും? 11 വാക്യം. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തിക്ക്. അപ്പോൾ ഇവർ വെളിയിൽ പോയത് സത്യമാണെങ്കിലും വെളിയിൽ പോയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവരകത്ത് വന്ന് ഇവരുടെ ദുഷ്പ്രവൃത്തി അകത്ത് കൊണ്ടുവന്ന് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്ത് കളയാം. ഇനി 1 യോഹന്നാൻ 4 അധ്യായം 2 അധ്യായം അതിൻ്റെ 26 വാക്യം. 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 26. അവിടെ കൊടുത്തിരിക്കുന്ന ആ പദം ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങളെ തെറ്റിക്കുന്നവരെ. അപ്പം ഈ പോയവരെന്ത് ചെയ്യാണ്? ഇവരെ തെറ്റിക്കുക. എവിടെ നിന്ന് തെറ്റിക്കുകയാണ്? ആദ്യം മുതൽ കേട്ടതിൽ നിന്ന്, പത്യമായ ആ വിശ്വാസത്തിൽ നിന്ന്, നിർവ്യാജമായിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് അവരെ തെറ്റിച്ച് കളയാൻ നോക്കുന്നു ഇവര്. അതുകൊണ്ട് യോഹന്നാൻ പറയുക, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. കാര്യം പിടികിട്ടിയോ? യോഹന്നാൻ ജനിപ്പിച്ച, ആത്മാവിൽ ജനിപ്പിച്ച ഈ ദൈവം മക്കളെ തെറ്റിക്കാൻ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിർ വിട്ട് വെളിയിൽ പോകാൻ നോക്കി നിൽക്കുന്ന, അകത്ത് വരാൻ സാധ്യതയുള്ളവരോട് നോക്കിയിട്ട് പറയുകയാണ്, സൂക്ഷിക്കണം. സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത ടെക്സ്റ്റ് അവിടെ പറയുന്നത്, ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. പോസിറ്റീവായിട്ട് പറയുക, നെഗറ്റീവായിട്ട് പറയുക. ഏത് ആത്മാവിനെയും എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യണം. ഈ ദൈവദാസൻ ദൈവസഭയോട് പറയുകയാണ്, യു ഷുഡ് ഡിസേൺ. നിങ്ങൾ വിവേചിക്കണം, നിങ്ങൾ ശോധന ചെയ്യണം. അവിടെ ആ പദം ഒന്നുകൂടെ ഞാൻ വായിക്കുക. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ. അടുത്തത്, ആത്മാക്കൾ ദൈവത്തിൽ നല്ലയോ എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത് ഓപ്ഷനാണോ അതോ കമാൻഡാണോ? Is it an imperative or an option? It's an imperative, right? അതൊരു കമാൻഡാ, അല്ലാതെ ഓപ്ഷൻ അല്ല. ഇത് ശോധന ചെയ്യുന്നില്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനയെ നിരസിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പം ഈ ശോധന എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ ഇടയിൽ 2 എക്സ്ട്രീമുണ്ട്. 2 എക്സ്ട്രീം. ഒരു ഗ്രൂപ്പ് രാവിലെ തൊട്ട് രാത്രി വരെ ഇതേ ഉള്ളൂ പരിപാടി. അവർ കാണുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം എടുത്തിടും. അവരിങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവർ തെറ്റാണ്, ഇവർ തെറ്റാണ്, അങ്ങനെ ഇടും. അപ്പം അതിന് ഫോളോ ചെയ്ത നമ്മുടെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്ന ഇങ്ങനെയൊക്കെ വിമർശിക്കുന്ന ആൾക്കാർ ഭയങ്കര വിശുദ്ധന്മാരാണ്, അവരുടെ കുഴിയിലും വീഴും.
എല്ലാ വിമർശിക്കുന്നവരും അങ്ങനെയുള്ളവരല്ല കേട്ടോ. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. ഒരാൾ വിമർശിക്കുന്നത് കൊണ്ട് ആ ആൾ ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊരു വിമർശനത്തിൻ്റെ ആത്മാവിലല്ല യോഹന്നാൻ ഇത് എഴുതുന്നത്. ഈസ് നോട്ട് റൈറ്റിംഗ് വിത്ത് എ ജഡ്ജ്മെൻ്റൽ സ്പിരിറ്റ്. കാണുന്നവരെല്ലാം CID കണ്ടുകൊണ്ട് കാണണം, അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ഇതൊരപ്പൻ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുണി വാങ്ങുമ്പോൾ അത് തുറന്ന് നോക്കി കളർ പോകുന്നതാണോ നൂലിളകിയതാണോ എല്ലാം നോക്കി ഒരപ്പൻ കുഞ്ഞിന് തുണി വാങ്ങിച്ചു കൊടുക്കുന്നതല്ല. ഫുഡ് വാങ്ങുന്നതിന് മുൻപേ ആ ഫുഡ് ചീത്തയായോ കേടായോ എന്ന് നോക്കി ആ കുഞ്ഞിന് നല്ലതുപോലെ സൂക്ഷ്മതയോടെ നോക്കി ആ ഫുഡ് കൊടുക്കുന്നത് പോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? സ്നേഹമുള്ളതുകൊണ്ടാണ്. എന്നതുപോലെ ഒരപ്പനും മക്കളോട് കരുതുന്നത് പോലെ ഒരു ദൈവദാസൻ സഭയോട് പറയുകയാണ്, സൂക്ഷിക്കണം, ശോധന ചെയ്യണം. എല്ലാ ആത്മാവും, എല്ലാ പ്രവചനവും, എല്ലാ ദൂതും, എല്ലാ പ്രസംഗവും, എല്ലാ പാട്ടും ശോധന ചെയ്യണം. ഏതാത്മാവിനെയും വിശ്വസിക്കരുത്. ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് അല്ലയോ എന്ന് ശോധന ചെയ്യുവീൻ. അപ്പോൾ ഒരു എക്സ്ട്രീം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് പണി, ഉച്ചയ്ക്ക് ഇത് പണി, രാത്രി ഇത് പണി, കിടക്കുമ്പോൾ ഇവൻ ചിന്തിക്കുന്നത് ആരെ അടുത്ത ദിവസം വിമർശിക്കണമെന്നാണ്. അത് ഒരു വശം. എനിക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല. എന്നാൽ മറ്റൊരു വശം അവർ പറയുന്നത്, ബ്രദറെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. അത് വേറൊരു എക്സ്ട്രീം. അവർക്കിതൊന്നും വിഷയമല്ല. ഞാൻ ചോദിക്കട്ടെ, കാലിൽ ഒരു മുള്ള് കയറിയാൽ ബാക്കി അവയവങ്ങൾ എന്ത് ചെയ്യും? ഇത് എനിക്കൊരു വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അനങ്ങാതിരിക്കൂ? ഈ ഒരു റൈറ്റ് കാലെ മുള്ള് കയറിയാൽ കൈ അങ്ങോട്ട് പ്രവർത്തിക്കും, ആ കാലിനെടുത്ത് പൊക്കി അങ്ങോട്ട് വെക്കും. പിന്നെ നോക്കിക്കേ, എല്ലാം നിശബ്ദമാണ്, എല്ലാം അവിടെ സൈലൻ്റാണ്. കണ്ണാ കാലിലായിരിക്കും, കൈ കുത്തിയെടുക്കാൻ നോക്കും, ശരീരം ആ വേദന കാണിക്കും. ആ വേദന, ആ മുള്ള് കയറിയത് കാലിലാണെങ്കിലും കൈ അവിടെ പ്രവർത്തിക്കുന്നു, കണ്ണവിടെ പ്രവർത്തിക്കുന്നു, എല്ലാം പ്രവർത്തിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ശരീരത്തിന് പങ്കാളികളാണെങ്കിൽ നമ്മളിങ്ങനെ നിസ്സംഗ മനോഭാവത്തോടെ ഇരിക്കത്തില്ല. ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നാം പങ്കാളികളാണെങ്കിൽ we will speak the truth in love. നാം സ്നേഹത്തിൽ സത്യം സംസാരിച്ചിരിക്കും. അല്ലാതെ ആ കാലിൽ മുള്ളു കയറിയത് കൊണ്ട് എനിക്കെന്താ, എൻ്റെ കാലിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന ആ വ്യക്തിയെ സൂക്ഷിക്കണം. അപ്പോൾ രണ്ട് എക്സ്ട്രീം ഉണ്ട് ഇവിടെ. ഒന്ന് വിമർശനം മാത്രമേ ഉള്ളൂ, കള്ളനോട്ടിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ബാങ്കിലും എക്സ്ചേഞ്ചിലും ഒക്കെ ഈ നോട്ട് ഒറിജിനൽ ആണോ എന്ന് പഠിപ്പിക്കുന്നത് കള്ളനോട്ട് കൊടുത്തിട്ടല്ല, ഒറിജിനൽ നോട്ട് പഠിപ്പിച്ച് ശീലിപ്പിച്ചിട്ടാണ് കള്ളനോട്ട് ഒന്ന് വന്നാൽ അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കള്ളനോട്ടിനെ കുറിച്ച് കൂടുതൽ അല്ല നമുക്കറിയേണ്ടത്, ഒറിജിനൽ എന്തുവാ, യഥാർത്ഥമായ എന്തുവാ, അത് പഠിപ്പിക്കുക. യഥാർത്ഥമായിരിക്കുന്ന കാര്യം പഠിപ്പിക്കുമ്പോൾ കള്ളനോട്ടുകളെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നമുക്ക് കേൾക്കാൻ ഇഷ്ടം എന്തുവാ, ആരെവിടെ വീണു, അങ്ങനെ വീണു, ഇങ്ങനെ വീണു, അതിൻ്റെ ഡീറ്റെയിൽ, ആ കള്ളനോട്ടിനെ കുറിച്ചുള്ള കാര്യം, അത് നമുക്കൊരു സുഖമാണ് കേൾക്കാൻ. അതുകൊണ്ടൊക്കെ ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇടുന്നിടും സോഷ്യൽ മീഡിയയിലൊക്കെ. കാരണം അവർക്കറിയാം ഇത് ആൾക്കാർ കേൾക്കും. ഭാരത്തോടെ എല്ലാ പലരും ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. പലരും, എല്ലാവരും അല്ല, പലരും. ക്രിസ്തുവിൻ്റെ ശരീരത്തോടുള്ള ഒരു ഭാരമില്ല. യഥാർത്ഥമായിരിക്കുന്ന ഒരു മുള്ളൊരു കാലിൽ കയറിക്കഴിഞ്ഞാൽ ആ കൈ ഒന്ന് നോക്കിക്കേ, വിമർശനത്തോടെയല്ല, അതിനെ സഹായിക്കണം. അവിടെ ക്ഷതം വന്നു, ഹൗ വി ക്യാൻ റിപ്പയർ ദാറ്റ്. ഒരു ഭാരം, ആ ഭാരമില്ല. എന്നാൽ നമ്മൾ ഈ രണ്ട് എക്സ്ട്രീം അല്ല എടുക്കേണ്ടത്. വി ഹാവ് ടു ടേക്ക് ദിസ് ഹൗ ജോൺ ഹാസ് ടേക്കൻ ദിസ്. യോഹന്നാൻ എങ്ങനെയാണ് ഇതെടുത്തത്, ദൈവത്തിൻ്റെ വചനം നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്, ആ രീതിയിൽ വേണം നമുക്ക് ശോധന ചെയ്യാൻ. ഈ രണ്ട് എക്സ്ട്രീമും വേണ്ട കർത്താവ് എനിക്ക്. കള്ളനോട്ട് മാത്രം പറഞ്ഞ് വിമർശനം മാത്രം, നോ, ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. ഞാൻ എൻ്റെ കാര്യം നോക്കിപ്പോവാം, ഞാൻ സ്വർഗത്തിൽ പോവും, എൻ്റെ മക്കൾ സ്വർഗത്തിൽ പോവും, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ആ നിസ്സംഗ മനോഭാവം വേണ്ട കർത്താവേ.
ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഒരു തീരുമാനത്തോടെ, ലോർഡ്, ഐ ആം ദ പാർട്ട് ഓഫ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാണ്. ഈ ശരീരത്തിൽ ഒരു ക്ഷതം വരാതെ ഐ വിൽ പ്രേ അബൌട്ട് ഇറ്റ്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അതിനുവേണ്ടി ഉപവസിക്കും. നമ്മുടെ മക്കൾ വെളിയിൽ പോകാനല്ല ഉപവസിക്കുന്നത് കേട്ടോ, സ്തോത്രം. നമ്മുടെ മക്കളുടെ ഭാവി നല്ലതാകാനല്ല. ഈ സ്വയകേന്ദ്രിതമായിരിക്കുന്ന ഉപവാസത്തിൽ നിന്ന് മാറി പ്രേ ഫോർ ദ യൂണിവേഴ്സൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രേ ഫോർ ഇറ്റ്, ക്രൈ ഫോർ ഇറ്റ്. അതിനുവേണ്ടി കരയണം. ഈ വാക്യം നമ്മളിപ്പോൾ വായിച്ചത് ആക്ച്വലി എനിക്ക് 1 തൊട്ട് 4, 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ എടുക്കണം എന്നായിരുന്നു എൻ്റെ ചിന്ത ഞാനിവിടെ വരുന്നതിന് മുമ്പ്. പക്ഷേ അത് നടക്കത്തില്ല. നമുക്ക് ഈ 3 വാക്യം ഈ 3 ദിവസവും നമുക്ക് ധ്യാനിക്കണം. എന്നാൽ ഈ 4ൻ്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ കിടക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ. ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം ഒന്ന് തുറന്ന് നോക്കിക്കേ. 3-ാം അധ്യായം അതിൻ്റെ 13 തൊട്ട് 11 തൊട്ട് 1 യോഹന്നാൻ 3:11 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. 11 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് 4-ാം അധ്യായം 7 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. കണ്ടോ ആ ബ്ലോക്ക്? 3:11 തൊട്ട് 24, 4:7 തൊട്ട് 21. ഈ 2 ബ്ലോക്കും നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ ഒരു കോമൺ വേർഡ് ഈ രണ്ട് ബ്ലോക്കിലും കാണാൻ കഴിയും. ലവ്, സ്നേഹം. ഈ 2 ബ്ലോക്കിൽ കാണുന്നത് എന്താണെന്ന് ഞാൻ 3 വാക്യം നിങ്ങളെ കാണിക്കാം. ഈ 2 ബ്ലോക്കിൽ 1 4:9 പറയുകയാണ്, ദൈവസ്നേഹം പ്രത്യക്ഷമായി. കാൽവറി ക്രൂശിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തായി? എല്ലാവരും ഒന്ന് പറഞ്ഞേ. പ്രത്യക്ഷമായി, മാനിഫെസ്റ്റഡ്. ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷമായത് നാട്ടിൽ നിന്ന് ഖത്തറിൽ വന്നതല്ല കേട്ടോ. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി നരകത്തിൽ നിന്ന് നിത്യജീവൻ തന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ. ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു നന്മയുമല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ അടയാളം. 1 യോഹന്നാൻ 3:1 കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? എത്ര വലിയ സ്നേഹം! ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ അടയാളം എന്താണെന്നറിയാമോ? വി ഹാവ് ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. നാം ദൈവത്തിൻ്റെ മക്കളായതാണ് ദൈവം നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം. ആ അനുഭവം ഉള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. അല്ലാതെ ഭൂമിയിൽ നമുക്ക് തന്ന ഒരു നന്മയുമല്ല. നമ്മളെക്കാൾ കൂടുതൽ നല്ല ജോലിയുള്ളവരുണ്ടല്ലോ ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെയും പറയേണ്ട വരും. ദൈവം അവരെ സ്നേഹിച്ചു, അതുകൊണ്ട് അവർക്ക് നമ്മളെക്കാട്ടി നല്ലത് കൊടുത്തു. നമ്മളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരുണ്ടല്ലോ, നമ്മളെക്കാൾ കൂടുതൽ പണമുള്ളവരുണ്ടല്ലോ. ഇതൊന്നുമല്ല ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ അടയാളം. ഇറ്റ് ഈസ് ഹി ഗേവ് ഹിസ് സൺ ആസ് എ പ്രൊപ്പിച്ചിയേഷൻ ഓഫ് മൈ സിൻ. എൻ്റെ പാപത്തിന് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി മറുവിലയായി ക്രൂശിൽ കൊടുത്തതാണ് പ്രത്യക്ഷമായി ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ അടയാളം. ഇത് അനുദിനം ധ്യാനിക്കണം. 3:16 ഈ സ്നേഹം പ്രത്യക്ഷമായി ക്രൂശിൽ കണ്ടെങ്കിലും ഞാനും നിങ്ങളും ആ സ്നേഹം എന്ത് ചെയ്തിരിക്കുന്നെന്ന് അവിടെ വാക്ക് കൊടുത്തിരിക്കുന്ന അറിയാമോ? അറിഞ്ഞിരിക്കുന്നു. ആ സ്നേഹം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അറിഞ്ഞു. ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആ സ്നേഹം നമ്മൾ അറിഞ്ഞോ? ആ സ്നേഹം നമ്മൾ അറിഞ്ഞോ? നമുക്കൊരു ഭൗതിക നന്മ കിട്ടുമ്പോഴല്ല ആ സ്നേഹം നാം അറിയുന്നത്. പ്രത്യുത പാപിയായിരിക്കുന്ന, ശത്രുവായിരിക്കുന്ന എന്നെ, അന്ധകാരത്തിൽ കിടന്ന എന്നെ, പിശാചിൻ്റെ പിടിയിൽ കിടന്ന എന്നെ, വെറും ലോകക്കാരൻ ആയിരുന്ന എന്നെ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തം കൊടുത്ത് തൻ്റെ മകനാക്കി തീർത്തു. അതറിഞ്ഞ് അനുഭവിച്ചവർ ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഭൂമിയിൽ ഒരു നന്മ ലഭിച്ചതല്ല കേട്ടോ പ്രിയരെ. ഇറ്റ് ഈസ് ഗോഡ്സ് love that we have become children of God. അറിഞ്ഞു. 1 പ്രത്യക്ഷമായി, 2 അറിഞ്ഞു. 3-ാമത്തെ പദം നോക്കിക്കേ. 4:12 പറയുകയാണ്, ദൈവസ്നേഹം തികഞ്ഞുമിരിക്കുന്നു. പ്രത്യക്ഷമായി, അറിഞ്ഞു. അടുത്ത എന്താണ്? ദൈവസ്നേഹം ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്?
തികഞ്ഞു, പെർഫെക്റ്റഡ്. ഗോഡ്സ് ലവ് ഇസ് പെർഫെക്റ്റഡ് ഇൻ മീ, ഇൻ അസ്. അപ്പോൾ ഈ 2 ബ്ലോക്ക് 3-ന്റെ 11 തൊട്ട് 24, 4-ന്റെ 7 തൊട്ട് 21, ഈ 2 ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് യോഹന്നാൻ എന്തോ പറയുന്നതെന്നറിയാമോ? ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നില്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് സ്നേഹമെന്ന് പറഞ്ഞാൽ ശോധന ചെയ്യില്ലെന്ന്. പക്ഷേ ട്രൂ ലവ് വിൽ ഡിസേൺ. യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം എന്തു ചെയ്യും? വിവേചിക്കും. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞവർ, ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷമായി കണ്ടവർ, ദൈവത്തിൻ്റെ സ്നേഹം തികഞ്ഞുമിരിക്കുന്നവർ, they will discern, അവർ വിവേചിക്കും. Because they love God. ദൈവത്തെ സ്നേഹിക്കുന്നു, അവർ സത്യത്തെ സ്നേഹിക്കുന്നു. They love the body of Christ. ക്രിസ്തുവിൻ്റെ സഭയെ സ്നേഹിക്കുന്നത് കൊണ്ട് they will do that. അപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ പ്രിയരെ, ഈ 2 എക്സ്ട്രീം അല്ല നമുക്ക് വേണ്ടത്. കേവലം വിമർശനവും കള്ളനോട്ടിനെയും കുറിച്ചുള്ള കാര്യമല്ല നമുക്ക് വേണ്ടത്. ഒരു നിസ്സംഗ മനോഭാവമല്ല വേണ്ടത്. ബട്ട് എ ട്രൂ ഡിസേൺമെൻറ്റ് മോട്ടിവേറ്റഡ് ആൻഡ് ഫ്യൂൾഡ് ബൈ ഗോഡ്സ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ് സത്യം സംസാരിക്കുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ 2025. എന്താ വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ്? അത് നമുക്കൊന്ന് ധ്യാനിക്കാം. 4:1 നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ. അപ്പോൾ എവിടെ നിന്നായി പുറപ്പെട്ടത്? ഇവർ പുറപ്പെട്ടത് ഇവരുടെ സമൂഹത്തിൽ നിന്നാണ്, ഇല്ലേ? അതിൽ 2:18 നമ്മൾ കണ്ടത് ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് ഇവരെന്ത് ചെയ്തു? അതിർ കടന്നുപോയി. അങ്ങനെ ഇവർ ആ സഭയിൽ നിൽക്കാതെ ഇവർ പുറപ്പെട്ടു. അല്ലാതെ അവസരം കിട്ടാത്തതുകൊണ്ടല്ല പോയത്. പലയിടത്തും അങ്ങനെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല, ഞങ്ങളുടെ പേര് പറഞ്ഞില്ല, ഈ വർഷത്തെ ബുക്കിനകത്ത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഫോട്ടോ ഇല്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നില്ല. അങ്ങനൊന്നുമല്ല ഇവിടെ. യോഹന്നാൻ്റെ സഭയെ ഉപദേശം പഠിപ്പിക്കുന്ന സഭയായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഈ കള്ളനോട്ടുകൾക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റത്തില്ല. അവന് ഭയങ്കര അസ്വസ്ഥതയാണ് അതിൻ്റെ അകത്ത് ഇരിക്കാൻ. യഥാർത്ഥമായി ഉപദേശം പറയുന്ന ഒരു ദൈവസഭയാണെങ്കിൽ, ഇഫ് വി ടീച്ച് ട്രൂ സൗണ്ട് ഡോക്ട്രിൻ, കള്ളനോട്ടുകൾക്ക് അവിടെ സ്ഥലമില്ല. കർത്താവിൻ്റെ വെളിച്ചം തട്ടുമ്പോൾ ഇരുട്ടിനോട് പോകണം എന്ന് പറയേണ്ട ആവശ്യമില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോകും. ഈ കള്ളനോട്ടുകളാണ് ഭിന്നിപ്പ് കൊണ്ടുവരുന്നത്. കള്ളനോട്ടുകളാണ് ഇടയ്ക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പത്യതയിൽ പ്രസംഗിക്കാൻ ഒരു ദൈവസഭ തീരുമാനമെടുത്താൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ ദൈവസഭയെ പ്രവർത്തിക്കുകയും കള്ളനോട്ടുകൾ പോവണമെന്ന് നമ്മൾ പറയേണ്ട, അവൻ തനിയെ പോകും. അതാ ഇവിടെ സംഭവിച്ചത്. പലരും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇടയിലായിരുന്നവർ, പക്ഷെ പുറപ്പെട്ടിരിക്കുക. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും. അപ്പൊ ഈ ആത്മാവ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ കള്ളപ്രവാചകന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആത്മാവിനെയാണ് ഇവിടെ വിളിക്കുന്നത്. ഏതാത്മാവിനെയും. ഈ കള്ളപ്രവാചകന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഏത് ആത്മാവാ? ആ 3-ാമത്തെ വാക്യം, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ കള്ളപ്രവാചകന്റെ ഉള്ളിൽ നിൽക്കുന്ന ആത്മാവിൻ്റെ പേരെന്തുവാ? എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. അടുത്തത് 6-ാം വാക്യം, അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് കണ്ടോ? വഞ്ചനയുടെ ആത്മാവ്. കള്ളപ്രവാചകന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ 2-ാമത്തെ ഭാഗം വഞ്ചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് എറർ. അടുത്തത് അതിൻ്റെ 4-ാമത്തെ വാക്യം,
കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു പിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ. അപ്പോൾ ലോകത്തിൽ ആരാ ഉള്ളത്? 5:19 വായിച്ചേ. ലോകത്തിലുള്ളതാരാ? നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ഈ കള്ളപ്രവാചകന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാ? ദുഷ്ടന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഈവിൾ വൺ. കണ്ടോ? എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്, വഞ്ചനയുടെ ആത്മാവ്, അടുത്തത് ദുഷ്ടന്റെ ആത്മാവ്. അടുത്തത് യഥാർത്ഥ പ്രവാചകന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ഏതാത്മാവാണ്? അതിൻ്റെ രണ്ടാമത്തെ വാക്യം ദൈവാത്മാവിനെ. അപ്പൊ യഥാർത്ഥ പ്രവാചകന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഏതാത്മാവാ? ദൈവത്തിൻ്റെ ആത്മാവ്. അടുത്തത് 6ാമത്തെ വാക്യം, അവിടെ കൊടുത്തിരിക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവ്. സത്യത്തിൻ്റെ ആത്മാവ്. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. കള്ളപ്രവാചകന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ശരിയായുള്ള ആത്മാവേ അല്ല. യഥാർത്ഥമായിരിക്കുന്ന പ്രവാചകന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് സത്യത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും. അപ്പം ഈ പ്രവാചകന്മാര് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വരെ ഇവരിപ്പം പുറത്തുപോയി. അപ്പം ഞാൻ ഈ പുറത്തു പോകുക എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ചർച്ചിൻ്റെ വെളിയിൽ പോകുന്ന കാര്യം മാത്രമല്ല ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് ചർച്ചിൻ്റെ ഇരുന്നത് കൊണ്ട് തന്നെ ഹൃദയം കൊണ്ട് ദൈവനിഷേധിയായിരിക്കാം. പറ്റത്തില്ലേ? കൈയൊടിക്കുകയും ചെയ്യും, അന്യഭാഷ പറയുകയും ചെയ്യും, പാട്ട് പാടുകയും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ അകത്ത് ദൈവസ്നേഹമില്ല, അകത്ത് ദൈവത്തോടുള്ള വിശ്വാസമില്ല, ഉപദേശമൊന്നും വിശ്വസിക്കത്തില്ലോ. ഇങ്ങനെയൊന്നും നടക്കത്തൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പം സഭയ്ക്കുള്ളിൽ ഇരുന്ന് തന്നെ വെളിയിൽ പോയ അനേകർ സഭയ്ക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് മനസ്സിലാവത്തില്ല. എന്നാൽ പ്രത്യക്ഷമായി ചർച്ചിൻ്റെ വെളിയിൽ പോയവരുണ്ട്, ഈ സമൂഹത്തിൽ നിന്ന് വെളിയിൽ പോയവരുണ്ട്. ഈ 2 ഗ്രൂപ്പിനെ ഞാനിവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ വിവേചിക്കാൻ വളരെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വരുമ്പോഴാണ് ഇതിനെ വിവേചിക്കാൻ പാട്. എടാ, ഇന്നലെ വരെ കണ്ട ബ്രദറല്ലേ, ഇന്നലെ വരെ കണ്ട സഹോദരിയല്ലേ, ഇന്നലെ വരെ കണ്ട സഹോദരനല്ലേ, നമ്മൾ ഒരുമിച്ചിരുന്ന് ആരാധിച്ചതല്ലേ, നമ്മൾ ഒരുമിച്ചിരുന്ന് കൂട്ടായ്മ ആചരിച്ചതല്ലേ, എന്തോ പറ്റി? വാട്ട് ഹാപ്പൻ ടു ഹിം സഡൻലി? ചിലപ്പോൾ ആ വ്യക്തി പറഞ്ഞത് ശരിയായിരിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് പുള്ളിക്ക് വേറൊരു വെളിപ്പാടായിരിക്കും കൊടുത്തത് എന്ന് കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവേചിക്കുക എന്നുള്ളത് വളരെ ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ തിങ്. ഞാൻ ചാൾസ് സ്പർജൻ്റെ ഒരു കൊട്ടേഷൻ ഇവിടെ പറയാം. Discernment is not knowing the difference between right and wrong. It is knowing the difference between right and almost right. വിവേചനം എന്ന് പറയുന്നത് ശരിയും തെറ്റും തിരിച്ചറിയുന്നതല്ല. വിവേചനം എന്ന് പറയുന്നത് ശരിയും ഏകദേശ ശരിയും. ഇപ്പം ഇവിടെ ഒരാൾ വന്നിട്ട് യേശു കർത്താവല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം നമുക്ക് വിവേചിക്കാൻ വല്ല പാടുണ്ടോ? ഒരു പാടുമില്ല. എന്നാൽ വെള്ള ഉടുപ്പിട്ട് ക്ലീൻ ഷേവും ചെയ്ത്, അല്ല താടി ഇട്ടെന്നിരിക്കോട്ടെ, ബൈബിളും കയ്യിലുണ്ട്, യേശു കർത്താവാന്നും പറയുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കൊരു ട്വിസ്റ്റ്. നമ്മളതിൻ്റെ ഇടയ്ക്ക് സ്തോത്രം പറഞ്ഞപ്പോൾ കേട്ടില്ല. നമ്മളതിൻ്റെ ഇടയ്ക്ക് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞപ്പോൾ അത് കേട്ടില്ല, എന്തുവാ പറഞ്ഞതെന്ന്. ആ ട്വിസ്റ്റിലേക്ക് നമ്മളങ്ങ് കയറിപ്പോയി. അവിടാണ് വിവേചനം വേണ്ടത്. മുടിനാരിൻ്റെ അത്രയേ ഉള്ളൂ, അല്ലാതെ വലിയതൊന്നുമല്ല. ഒരു യഹോവ സാക്ഷിക്കാരനെ കണ്ടാൽ മനസ്സിലാവും, പറഞ്ഞാൽ മനസ്സിലാവും, സംസാരിക്കാൻ മനസ്സിലാവും. യേശുനാമക്കാരനെ കണ്ടാൽ പറഞ്ഞാൽ സംസാരിച്ചാൽ മനസ്സിലാകും. മോർമോൺസ് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഇതേ പുസ്തകം എടുത്ത് പ്രസംഗിക്കുമ്പോൾ, പറയുമ്പോൾ, പ്രവചിക്കുമ്പോൾ നമ്മൾ അതിനോട് കൂടെ ഘോരഘോരം ആരാധിക്കുക, സ്തോത്രം ചെയ്യുക. വിവേചിക്കാൻ കഴിയുന്നില്ല. ഒരു കൺവെൻഷൻ തന്നെ എടുത്താലും, എനിക്കിവിടുത്തെ കാര്യം അറിയത്തില്ല,
നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു കൺവെൻഷൻ തന്നെ എടുത്താൽ, ഒരു 3 ദിവസത്തെ കൺവെൻഷൻ ആണെങ്കിൽ ആദ്യ ദിവസം കൃത്യമായി ഉപദേശം പറയുന്ന ഒരാൾ, രണ്ടാമത്തെ ദിവസം കൃത്യമായി ഉപദേശം പറയുന്ന, മൂന്നാമത്തെ ദിവസം ആവിയൽ പറയുന്ന ഒരാൾ. എനിക്ക് നോക്കുമ്പോൾ അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് വിവേചിക്കാൻ കഴിയാത്ത ഈ മനുഷ്യനെ? പറ്റത്തില്ല. എന്താ കാരണം? വിവേചിച്ചത് മനസ്സിലാകുന്നുണ്ട്, പിന്നെ ഒരു ഓളം വേണം. ഈ മൂന്നാമത്തെ ദിവസം ആൾക്കാർ പ്രതീക്ഷയോടെ വരുന്നതാണ്. അവിടെ ഈ ഉപദേശം പറഞ്ഞ ആൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ശാന്തമായിരിക്കും. നല്ലൊരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു, പുള്ളി കണ്ട ബൈബിൾ ക്ലാസ് എടുക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നല്ലൊന്ന് ആരാധിക്കാൻ വേണ്ടിയൊക്കെ തോന്നി വന്നതാണ്, പക്ഷേ അത് പോയി. അപ്പം അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ഏതാ? മൂന്നാമത്തെ ദിവസം എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും. പ്രിയരെ, തെറ്റിപ്പോയി നമുക്ക്. വി ആർ ഫെയിൽഡ് മിസറബിളി. ആരെ വിളിക്കണം? എന്തുവായി പറയുന്നത്? എന്തുവായി മനുഷ്യൻ പ്രസംഗിക്കുന്നത്? അതുപോലും വിശ്വാസികൾക്ക് വിവേചിക്കാൻ കഴിയുന്നില്ല. വിളിക്കുന്ന സംഘാടകർക്ക് പോലും അത് വിവേചിക്കാൻ കഴിയില്ലെന്ന് കാണുമ്പോൾ ഐ ആം ഷോക്ക്ഡ്. അപ്പം മുടിനാരിന് അത്രയേ ഉള്ളൂ ഡിസേൺമെൻറ്റ്. ശരിയും തെറ്റുമല്ല വിവേചിക്കേണ്ടത്, ശരിയും ഏകദേശം ശരി പോലെ ഇരിക്കും. അതാണ് എൻ്റെ വ്യത്യാസം. ഹൗവയുടെ അടുക്ക് പിശാച് വന്നെങ്ങനെ? ഹൗവയുടെ അടുക്ക് പിശാച് വന്നിട്ട് പറയുകയാണ്, മരിക്കത്തില്ല നിശ്ചയം. പറഞ്ഞത് ഏകദേശം ശരിയല്ലേ? അല്ലേ? ശരിയാ. ഈ അപ്പം കഴിച്ച ഉടനെ വീണോ ഇവര്? ഇല്ല. ഏകദേശം ശരിയല്ല വേണ്ടത് പ്രിയരെ. നമുക്ക് 2025 എനിക്ക് ഏകദേശം ശരി കേൾക്കണ്ട. എനിക്ക് സത്യമായിരിക്കുന്നത്, പഥ്യമായിരിക്കുന്നത് കേൾക്കണമെന്ന്, പഥ്യമായിരിക്കുന്ന ഫുഡ് ഞാൻ 2025 കഴിക്കുമെന്ന് തീരുമാനം ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് എടുക്കണം. പഥ്യമായിരിക്കുന്നത് ഞാൻ കഴിക്കത്തുള്ളൂ എൻ്റെ സ്പിരിച്വൽ ഹെൽത്തിന്. അപ്പം നമ്മൾ പറയും, ഓ ബ്രദറെ, ചെറിയൊരു കാര്യം, പാലിനകത്ത് എത്ര പോയ്സൺ വേണം ചാകാൻ? പാലിനകത്ത് ചാകാൻ വേണ്ടി എത്ര പോയ്സൺ വേണം? ഗലാത്യ ലേഖനത്തിലൊരു വാക്യമുണ്ട്, 5-ാം അധ്യായം 7-9. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഗലാത്യ സഭയിൽ വന്നിട്ട് സുവിശേഷം കേട്ട് യഥാർത്ഥമായി ക്രിസ്തുവിനെ ആരാധിച്ച് ക്രിസ്തുവിനെ ഫോളോ ചെയ്ത് അനുഗമിക്കുന്ന ഈ ഓട്ടം ഓടിക്കൊണ്ടിരുന്ന, ഒരു കുഴപ്പമില്ല, നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നവർ ഇടയ്ക്ക് കൊണ്ടുവന്ന് ആരോ എന്ത് ചെയ്തു? തടുത്തു. ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. നിങ്ങളെ വിളിച്ചവനല്ല ഇത് ചെയ്ത് കേട്ടോ, ഇത് വേറെ ആത്മാവാ ചെയ്തത്, കർത്താവിൻ്റെ പ്രവൃത്തിയല്ല. വന്നവൻ പറഞ്ഞ് കർത്താവ് പറയുമെന്ന്, വന്നവൻ പറഞ്ഞ് ഇത് അഭിഷേകമാണെന്ന്, വന്നവൻ പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറയുന്നു. പക്ഷേ അല്ല, വന്നവൻ നിങ്ങളെ തെറ്റിച്ച് കളഞ്ഞു. എന്നിട്ട് അടുത്ത് പറയുകയാണ്, അസാരം പുളിമാവ് പിണ്ടത്തെ എത്ര വേണം? പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കാൻ. ദാറ്റ്സ് ഇറ്റ്. അത് മതി. യു ഡോണ്ട് നീഡ് മച്ച്. ചെറിയ ഏകദേശം ശരി കൊണ്ടുവന്നാൽ തെറ്റിപ്പോകും, മറിഞ്ഞു പോകും യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന്. ഇവർ നന്നായി ഓടിക്കൊണ്ടിരുന്നവരാ. ഇന്നത്തെ ഏറ്റവും ദുർഘടം ഞാൻ പറയട്ടെ, ഇങ്ങനെ തടുത്തെന്ന് പലർക്കും അറിയത്തുമില്ല. ഗലാത്യ സഭയിൽ പിന്നെ ഞായറാഴ്ച ആരാധിക്കുന്നുണ്ടെന്നേ, പിന്നെ അവർ ഉപവാസ പ്രാർത്ഥന, മാസയോഗം, കൺവെൻഷൻ അതെല്ലാം മുറക്കി നടക്കുന്നുണ്ട്. പക്ഷെ പൗലോസിന് എഴുതി കൊടുക്കേണ്ട വന്നു, മോനെ നീ നല്ലപോലെ ഓടിക്കൊണ്ടിരുന്നത് തടുത്തിരിക്കുക, നീ ഓടുന്നത് ഇപ്പോൾ യഥാർത്ഥ സുവിശേഷത്തിലല്ല എന്ന് പൗലോസിന് എഴുതി കൊടുക്കേണ്ട വന്നു. അതുവരെ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ആ പുള്ളി വന്ന് പറഞ്ഞതാണ് കറക്റ്റ്, അതിന് ഓടിക്കൊണ്ടിരിക്കുക. ഈ ഗലാത്യ ലേഖനത്തിൽ അടുത്തൊരു പദം പരസ്യമായി ഒന്ന് വായിക്കണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം. അപ്പൊ ബുദ്ധി എവിടെ പോയി? മുമ്പോട്ട് വായിച്ചു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ. അപ്പൊ ബുദ്ധി എവിടെ പോയി? അതാ
ബുദ്ധി പോയത് എങ്ങനെയാണെന്നറിയാമോ? കാരണം ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിയെല്ലാം മാറ്റി വെക്ക്, നമുക്ക് കുറച്ചൊരു ആത്മാവിലാകാം. ഇന്ന് ഞാൻ വചനം പറയുന്നില്ല, നമുക്ക് കുറച്ചൊരു ആത്മാവിലാകാം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇതിങ്ങനെ കുത്തിക്കയറ്റി, എന്നിട്ട് ശുദ്രം ചെയ്ത് അങ്ങ് മയക്കി. പിന്നെ ചിന്തിക്കണ്ട, ഇമോഷണലിസമായി. നമുക്ക് ഇച്ചിരി ഓളമൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് തോന്നും ഇന്ന് അങ്ങോട്ട് രസമായില്ല, ഒരു സുഖം തോന്നുന്നില്ല അല്ലേ? ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്നൊരു ആത്മാവിൻ്റെ ഒരു ചലനമില്ലായിരുന്നു. എൻ്റെ പൊന്നു സഹോദര, കൈ അടിച്ചില്ലേലും പ്രസംഗം വരും, സ്തോത്രം പറഞ്ഞില്ലേലും പ്രസംഗം വരും. കയ്യടിയിലല്ല പ്രസംഗം, സ്തോത്രമല്ലേലി ഉറക്കെ പറയുന്നതിലും അല്ല പ്രസംഗം. ഇരിക്കുന്ന പ്രിയ സഹോദരി മനസ്സിലാക്കണം, വരുന്നവർ ഇങ്ങനെ പറയും, നിങ്ങൾ അല്പം കൂടെ സ്തോത്രം ചെയ്യും, അല്പം കൂടെ സ്തുതിക്കുക. സ്തോത്രത്തിന് എതിരൊന്നുമില്ല കേട്ടോ, ഞാൻ നല്ലപോലെ സ്തോത്രം ചെയ്യുന്ന ആളാണ്, അന്യഭാഷയെ ആരാധിക്കുന്ന ആളാണ്, പ്രവാചകന്മാർ വിശ്വസിക്കുന്ന ആളാണ്, പാർശ്വങ്ങളിൽ എൻ്റെ കുടുംബത്തെ നല്ലപോലെ അറിയാം, കൃപാവരങ്ങളെല്ലാം വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഇത് വന്ന് നമ്മളെ മയക്കി, ശുഭ്രം ചെയ്ത് മയക്കിക്കളഞ്ഞു. ബുദ്ധിയില്ല, ഇപ്പം ബുദ്ധിയില്ല, ചിന്തിക്കുന്ന ഓടുവാന്ന, പക്ഷെ തടുത്തു കളഞ്ഞ് ചിന്തിക്കാൻ വയ്യ. കാരണം എന്താ? വന്ന് ശുദ്രം ചെയ്തു. എന്നിട്ട് ശുദ്രം ചെയ്ത് എന്താ നോക്കിക്കേ, ഇതായിട്ട് വായിച്ചു. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നു. അപ്പൊ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിച്ചിട്ട് കാരണം എന്താ? ഇവരുടെ ഇടയിൽ കടന്നു വന്ന് ഇവരുടെ ബുദ്ധിയെ തന്നെ മറിച്ചു കളഞ്ഞു. ഈ കൊരിന്ത്യർ സഭയിലും നമുക്കത് കാണാൻ കഴിയും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തൊട്ട് നോക്കിക്കേ പെട്ടെന്ന്. 11-ന്റെ 1 മുതലുള്ള വാക്യം. അതേ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എന്ത് ചെയ്യുന്നു? എരിയുന്നു. അടുത്തത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ഇത് ആരാ വന്ന് ചെയ്തത്? സർപ്പം. ചർച്ചിൽ സർപ്പം വന്ന് നിന്നാ മനസ്സിലാവൂ. ചർച്ചിൽ ഇപ്പോൾ ഈ പുൽപ്പറ്റിൽ ഒരു പാമ്പ് നിന്നാൽ മനസ്സിലാവില്ലേ? പക്ഷെ പാമ്പ് വെള്ള ഷർട്ട് വിട്ട് ബൈബിളും കൈ പിടിച്ച് വന്നാൽ മനസ്സിലാവൂ. അതാണ് ഇവിടെ ശുദ്രം ചെയ്തത്. സർപ്പം വന്നിരിക്കുക, പക്ഷെ ആൾക്കാർ സ്തോത്രം പറയുക. ആൾക്കാർ സ്തുതിക്കുക, പക്ഷെ ഇവൻ പറയുന്നത് എന്താണെന്നറിയാമോ? മറ്റൊരു യേശു. ഞാൻ അവിടേക്ക് പോകുന്നില്ല. വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. ഇവൻ പറയുന്ന സുവിശേഷം ഇവിടുത്തെ കാര്യമാ. എങ്ങനെ പി ആർ അടിക്കാം. പേപ്പറുകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ സ്തോത്രം പറയും. ഇച്ചിരി കൂടെ സ്തോത്രം പറയുമ്പോൾ ഇച്ചിരി കൂടെ നീങ്ങുന്ന. ഇത് ഞാൻ ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന പ്രവചനമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാരണം നമ്മൾ പ്രവചനം എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ കൈ വെച്ചിട്ട് ഭാവി പറയുന്ന കാര്യമാണ് അല്ലേ? അല്ല, ഫോർടെല്ലിങ് അല്ല പ്രൊഫസി. അതുകൊണ്ട് ഫോർടെല്ലിങ്, ഫോർത്ത് ടെല്ലിങ്. ഇപ്പോഴുള്ളതിനെ വചനത്തിൻ്റെ വെളിച്ചത്ത് വിളിച്ച് പറയുക. ഞാൻ അൽക്കോർ സഭയിൽ ഒരു കാര്യം പറഞ്ഞതുപോലെ, ശമരിയക്കാരിയുടെ ഒരു വിവരം പോലും പെന്തക്കോസ്തുകാരെ നമുക്കില്ല. ശമരിയക്കാരിയോട് കർത്താവ് പറഞ്ഞു, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ അവളെടുക്കുക എന്തു പറഞ്ഞേ? നീ ഒരു പ്രവാചകനെന്ന്. അപ്പോൾ അവക്കറിയാം പ്രവാചകനാണെങ്കിൽ പാപത്തെ എന്തു ചെയ്യും? വിളിച്ച് കാണിക്കും. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അവൻ കാണിക്കും. അല്ല, ഇന്നത്തെ ആൾക്കാർ വല്ലതും ആയിരുന്നെങ്കിൽ എന്തോ പറഞ്ഞേനെ അവളോട്? നിന്നെ ശമരിയയിൽ വലിയൊരു സംഭവമാക്കാൻ കർത്താവിനൊരു പദ്ധതിയുണ്ട്. 3 വർഷം കഴിയുമ്പോൾ നിൻ്റെ തലം മാറും, നീ വേറൊരു തലത്തിലേക്ക് പോകും. അവളും വിചാരിക്കും, കൊള്ളാലോ, അവിടെ 5 ഭർത്താവ് ഉണ്ടെങ്കിലും കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എൻ്റെ തലം മാറും. പാപത്തെ വിളിച്ച് കാണിച്ചില്ല. എത്ര കുടുംബങ്ങളെ മറിച്ചിട്ടുണ്ടെന്നറിയാമോ ഇങ്ങനത്തുള്ള സർപ്പം വന്ന്?
പാപത്തെ അതിക്രമത്തെ കാണിക്കാതെ അച്ഛനെയും അമ്മാമ്മയും പോളിഷ് അടിച്ച് പൈസയും കൊണ്ടുപോയി, അറിഞ്ഞില്ല. വിരുന്ന് നഷ്ടപ്പെട്ടു പോവരുതേ പ്രിയരെ. ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാൻ എനിക്ക് കൃപ നൽകണം. പാട്ടുകാരൻ പാടുന്നത് പോലെ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. പാമ്പ് വന്ന് നിൽക്കുക സഭയെ. ഗലാത്യക്കാര് പാമ്പിനെ സ്വീകരിക്കുക. അവൻ പറയുന്ന പ്രസംഗം കേൾക്കുക, അവൻ പറയുന്ന സുവിശേഷം, മറ്റൊരു സുവിശേഷം അത് കേൾക്കുക, മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുക. വേറെ യേശുവും വേറെ സുവിശേഷം വേറെ ആത്മാവൊന്നുമില്ല. പക്ഷെ ഇവൻ അതിനെ ട്വിസ്റ്റ് ചെയ്തു. ഞാൻ ഈ കള്ളപ്രവാചകന്മാർ ചെയ്യുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള 2-3 കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ നിർത്താം. ഇവർ വന്നിട്ട് ഈ സഭയിൽ, ഈ യോഹന്നാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ വന്നിട്ട് ഒന്നാമത് പറയുന്നത് എന്താണെന്നറിയാമോ? 1-2 അധ്യായത്തിന് 7-ാം വാക്യം, 2:7. 1 യോഹന്നാൻ 2:7. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന എത്രേ ഞാൻ നിങ്ങൾക്ക്. പക്ഷെ ഇവൻ വന്നിട്ട് എന്താ പറയുന്നറിയാമോ? പുതിയതുണ്ടെന്ന് എൻ്റെ കയ്യിൽ, ന്യൂ റെവലേഷൻ, പുതിയ വെളിപ്പാട്. എടാ, ഞങ്ങളെ പാസ്റ്റർക്ക് പോലും മനസ്സിലാകാത്ത കാര്യം ഈ പുള്ളി പറഞ്ഞല്ലോ, ഭയങ്കര ഒരു പുതിയൊരു സംഭവമാണ്. അങ്ങനെയുള്ള കുറേ പാർട്ടികളുണ്ട് ദൈവസഭയിൽ. അവർക്ക് എപ്പോഴും പുതിയത് വേണം. അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചോ, പെട്ടെന്ന് നിന്നെ പിശാച് വീഴും. പുതിയത് വേണം, എപ്പോഴും പുതിയത് വേണം, പുതിയത്. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, പുതിയതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പം ഇത്രയും നേരം എന്തേലും പുതിയത് പറഞ്ഞു. പുതിയത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യമല്ല. പഴയത് യേശുക്രിസ്തു അപ്പോസ്തലന് കൊടുത്തതും അപ്പോസ്തലന്മാർ എഴുതി തന്നതുമായിരിക്കുന്ന കാര്യമത്രേ പ്രസംഗിക്കേണ്ടതും പ്രവചിക്കേണ്ടതും ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ വെളിപ്പാടൊന്നും ഒരു വെളിപ്പാടില്ല. ന്യൂ റെവലേഷൻ, പുതിയ കൽപ്പന, പുതിയ വെളിപ്പാട്, പുതിയൊരു സംഭവം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 31-ാം തീയതി പറ്റി ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ന്യൂ ഇയറിൻ്റെ പ്രോമിസ് വേഴ്സസ് ഒക്കെ കാണാൻ കഴിയും. പുതിയ വെളിപ്പാട്, നെക്സ്റ്റ് ഇയർ, ഓവർഫ്ലോയിങ്, നിറഞ്ഞത്. കൊറോണയുടെ സമയത്ത് ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പറഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാം പൂട്ടി. ഭയങ്കര ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്ങാണ്, പക്ഷെ പൂട്ടിപ്പോയി. 100-fold, 100 മടങ്ങ്. പുതിയ വർഷം എല്ലാവർക്കും വീട്ടിൻ്റെ അകത്തിരുന്ന് 100 മടങ്ങ് കിട്ടി. പുതിയ ടെക്നിക്കുമായിട്ട് വരും, പുതിയ വേർഡ്, പുതിയ റെവലേഷൻ. അപ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ, എടാ ഇത് ഭയങ്കര സംഭവമാണല്ലോ, ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. അപ്പം ഇതെങ്ങനെ കിട്ടാനുള്ള മാർഗം? സ്തോത്രം. 2:24. പുതിയതില്ല കേട്ടോ പ്രിയരെ, പുതിയതൊന്നും പറയാനില്ല. 2:24. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതും നിങ്ങളിൽ വസിക്കട്ടെ. പുതിയതല്ല, ആദ്യം മുതൽ കേട്ടത്. ആദ്യം മുതൽ കേട്ടതെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് കൊടുത്തതും അവർ പ്രസംഗിച്ചതും ദൈവസഭയ്ക്കും തന്നതും അത് നിങ്ങളിൽ വസിക്കട്ടെ. 2024 പ്രാർത്ഥിക്കേണ്ടത് ഇതാ. ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഈ ഖത്തറിലെ ജീവിതം ജോലി ഉണ്ടോ ഇല്ലയോ അതൊന്നും എനിക്കറിയണ്ട കർത്താവേ. ഞാൻ എവിടെയായിരുന്നാലും ആദ്യം മുതൽ കേട്ട ആ വിശ്വാസം എന്നിൽ വസിക്കട്ടെ കർത്താവേ. അല്ലാതെ ഒരു 2 വർഷം കൂടെ കൂട്ടിക്കിട്ടാൻ വേണ്ടിയുള്ള ഉപവാസം അല്ല പ്രിയരെ. നമ്മുടെ മക്കൾ അവിടെ ഇവിടെയും പോയി ലോകത്തിലുള്ള മക്കളെക്കാട്ട് നല്ല മേൽത്തരമായി പഠിക്കുക, എഡ്യൂക്കേഷനൊക്കെ, ഇതൊന്നും അല്ലായിരിക്കണം ഉപവാസ പ്രാർത്ഥനയുടെ വിഷയം. കർത്താവെ, ആദ്യം മുതൽ കേട്ടത് എൻ്റെ ഹൃദയത്തിൽ അവസാനം വരെയും മരിക്കുന്നവരെയും അത് നിലനിൽക്കുവാൻ, അതിനുവേണ്ടി പ്രസംഗിക്കുവാൻ, അതിനുവേണ്ടി ഓടുവാൻ, അതിൽ നിലനിൽക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടോ? അടുത്തത് 2 യോഹന്നാൻ 1:9. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിർ കടന്നു പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപദേശം വേണ്ട. ക്രിസ്തുവിൻ്റെ ഉപദേശം ആർക്ക് വേണം? അത് പുതിയത് ഞങ്ങൾ തരാം. വി വിൽ ഗിവ് ഇൻ ന്യൂ. പുതിയത് പറയാൻ വരുന്നവരെ ശ്രദ്ധിക്കണം. അതിർ കടന്നു പോകുന്നവരാ. അതിൻ്റെ അകത്ത് നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. അതിർ കടന്നു പോകുകയാണ്. അപ്പോഴേ ശ്രദ്ധിക്കണം. അതിർ കടന്നു പോകുന്നെങ്കിൽ ഇവൻ ഏതവനായാലും അവൻ്റെ ഉള്ളിൽ ദൈവമില്ല, ക്രിസ്തുവില്ല. അതിരിൽ നിൽക്കുന്നവൻ്റെ ഉള്ളിൽ മാത്രമേ ദൈവവും ക്രിസ്തുവും ഉള്ളൂ. സ്തോത്രം.
ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ, ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പേ എനിക്കിവിടെ വേറൊരു ചർച്ചിൽ മീറ്റിംഗ് ഉണ്ട്. പ്രിയ ലിനു ആ ദേവദാസനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ദേവദാസം വന്നിട്ടുണ്ട്, പാസ്റ്റർ ഒരു അവസരം കൊടുക്കാമെന്ന് ചോദിച്ചു. ആ പാസ്റ്റർ പറഞ്ഞ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലിനു എന്നോട് പറഞ്ഞു, ഈ വരുന്ന ആളുടെ ഉപദേശം എങ്ങനെ ഉണ്ടെന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അല്ലാതെ ചർച്ച എത്ര ഉണ്ട്, വലുതാണോ, പുള്ളിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ അതൊന്നുമല്ല, ഉപദേശമുണ്ടോ, അതായിരിക്കണം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. വരുന്ന ആളുടെ പ്രസംഗം എങ്ങനെയുണ്ട്, ഉപദേശം എങ്ങനെയുണ്ട്, പുള്ളിയുടെ ജീവിതം എങ്ങനെയുണ്ട്, അത് വളരെ ശോധന ചെയ്ത് എടുക്കേണ്ട കാലഘട്ടം എന്നെ കഴിഞ്ഞുപോയി. ഈ ദൈവസഭയിൽ ഒരാൾ വന്ന് പ്രസംഗിച്ചാൽ അവർക്ക് ഭയം ഉണ്ടാകണം. ഇവിടെ എന്തേലും പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല, ഇവർ ഇരിക്കുന്നവരെല്ലാം ബറോവക്കാരാ, ഇങ്ങനെ തന്നെ ഒന്ന് ദൈവവചനത്തിൽ കൂടെ ശോധന ചെയ്യുന്നവരാണ് എന്ന് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നവന് തോന്നണം. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. എന്താ പറ്റും? അവന് കുശലം പറയുകയും ചെയ്യരുത്. അവൻ്റെ ദുഷ്പ്രവൃത്തിക്ക് എന്തായിത്തീരും? അപ്പം ദൈവത്തോടുള്ള കൂട്ടായ്മ അങ്ങ് പോവും. അവൻ്റെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടായ്മയുള്ളവർ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം വേഗം. അപ്പോൾ ഇവൻ പറയും, പുതിയ വെളിപ്പാടുണ്ട് കേട്ടോ, പുതിയ വെളിപ്പാട്, ഐ ഹാവ് എ ന്യൂ റെവലേഷൻ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പറയും, ഇത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അഭിഷേകം വേണം, അനോയിൻറ്റിങ്. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ വികടമായി കാണിക്കുന്ന ഒരു കാര്യമാണ് അഭിഷേകം, അനോയിൻറ്റിങ്. എന്താ ഈ അനോയിൻറ്റിങ് എന്ന് പറയുന്നത്? എന്തിനാ അനോയിൻറ്റിങ് തന്നേ? ഇവൻ വന്നിട്ട് എന്താ പറയുന്നത് അറിയാമോ? ഇവൻ വന്നിട്ട് പറയും, ഞങ്ങൾ ഈ പറയുന്ന ഈ പുതിയ വെളിപ്പാടുണ്ടല്ലോ, അത് ഇങ്ങനെ സാധാ വിശ്വാസമായിട്ടിരുന്നാൽ പറ്റത്തില്ല. നിൻ്റെ കയ്യിൽ ഞങ്ങളിങ്ങനെ കൈവച്ച് ഇമ്പാർട്ട് ചെയ്യണം. അഭിഷേകം എന്ത് ചെയ്യണം? കൈമാറ്റം, ഇമ്പാർട്ടേഷൻ ചെയ്യണം. ഇമ്പാർട്ടേഷൻ ചെയ്യുമ്പോൾ കരം വെച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് നിനക്ക് കിട്ടും. ഈ അഭിഷേകം വന്നാലുണ്ടല്ലോ, പിന്നെ നിനക്ക് ഒരു വേർഡുണ്ട്, റെലം തുറക്കും. വേർഡ് കേട്ടിട്ടുണ്ടോ? പുതിയ റെലം, ഹയർ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നമ്മളും ചിന്തിക്കും, ശരിയാ, നമ്മുടെ പാഷന് പോലും ഇല്ല ഈ അഭിഷേകം, ഈ പുള്ളിക്ക് ഈ അഭിഷേകം ഉണ്ടല്ലോ, ഹയർ റെലം. ചർച്ച ചെന്നിരിക്കുമ്പോൾ പർവ്വത പ്രസംഗം, യേശു പറയുന്ന പോലെ ജീവിക്കുക. അതെന്തു എല്ലാ ദിവസവും ഇതേ ഉള്ളൂ. താണ്ട വന്നു ഹയ്യർ റെലത്തിലേക്ക് കൊണ്ടുപോകാൻ. ഹയ്യർ റെലത്തിലേക്കല്ല കൊണ്ടുവന്ന് കേട്ടോ, അതിർവിട്ട് പോകാനായും പറയുന്നത്. ഹയ്യർ റെലം. ആരും നിന്റെ മുമ്പിൽ പിന്നെ നിൽക്കത്തില്ല. അഭിഷേകം വന്നാൽ നിന്റെ മുമ്പിൽ ആരും എന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. അടുത്തൊരു വല്ലാത്ത സംഗതി വന്നിരിക്കുക. എന്തെന്നറിയാമോ? മരണം ടേസ്റ്റ് ചെയ്യത്തില്ല, നീ മരിക്കത്തില്ല. അഭിഷേകം വന്നാൽ പിന്നെ യു വിൽ നോട്ട് ടേസ്റ്റ് ഡെത്ത്, നീ മരിക്കത്തില്ല. രോഗം പിന്നെ നിന്നെ എന്ത് ചെയ്യത്തില്ല, തൊടത്തില്ല. രോഗം ഇങ്ങനെ വരും, അഭിഷക്തനെ കാണുമ്പോൾ ഓടിപ്പോവും. വേണ്ടേ? അടുത്തത് പറയുന്നത്, ഈ അഭിഷേകം വരുമ്പോൾ ധാരാളം ധനസമ്പത്ത് വരും, ഇഷ്ടംപോലെ പണം വരും, പ്രോസ്പെരിറ്റി. വേണ്ടേ? എന്തിനാ അഭിഷേകം എന്നറിയാമോ? ആദ്യം മുതൽ നമ്മുടെ ഹൃദയത്തിൽ നാം കേട്ടത് സ്വീകരിച്ചത് അവസാനത്തോളം നിലനിൽക്കാനാണ് നമ്മുടെ ഉള്ളിൽ അഭിഷേകം വേണ്ടത്. എന്തിനാ അഭിഷേകം എന്നറിയാമോ? 1 യോഹന്നാൻ 2:6, അവൻ നടന്നതുപോലെ നാമും നടക്കേണ്ടതിനാണ് അഭിഷേകം. യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാനല്ലേ നമുക്ക് അഭിഷേകം. അതിനേക്കാൾ ഒരു ഹയർ റെലം ഇല്ല. അടുത്തത് പറയുക, എന്തിനാ അഭിഷേകം? ജീസസിനെ കുറിച്ച് ഈ ലോകക്കാരോട്
പ്രസ്താവിക്കുവാൻ, പ്രസംഗിക്കാൻ, പ്രൊക്ലെയിം ചെയ്യുവാൻ. യേശു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ പാപത്തിൻ്റെ പിശാചിൻ്റെ പിടിയിലായിരിക്കുന്നവനെ അവനെ സ്വാതന്ത്ര്യം കൊടുക്കാനാണ് ദൈവമക്കളെ കർത്താവ് അഭിഷേകം ചെയ്യുന്നത്. അല്ലാതെ സ്വാർത്ഥ താല്പര്യത്തിൽ കൊണ്ടുവന്ന് ഐറലത്തിലേക്ക് കൊണ്ടുപോയി എന്തോ വലിയ സമ്പത്ത് നേടി വലിയ ആളാകാനുള്ളതല്ല അഭിഷേകം. ഇന്ന് രാത്രിക്കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. 2024 നമ്മളൊരു തീരുമാനമെടുത്തിട്ട് പോകണം. കർത്താവേ, പഥ്യമായിരിക്കുന്നത് മാത്രമേ ഞാൻ തിന്നത്തുള്ളൂ. അതിർ വിട്ടു പോകുന്ന ഒരു വിഷയത്തിലും ഞാൻ ചതിയിൽ വീഴാതെ അവിടുത്തെ കൃപയാൽ എന്നെ നിർത്തുമാറാകണമേ എന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ എല്ലാ ദൈവമക്കളും? നാം കേട്ടത് അധിക ശ്രദ്ധയോടെ കൈക്കൊള്ളട്ടെ. ആദ്യം മുതൽ കേട്ടത് അത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. നമ്മളെ ആരും തെറ്റിച്ച് കളയരുത്. വിവേചിക്കുക എന്ന് പറയുന്നത് ശരിയും തെറ്റും വിവേചിക്കുക എന്നുള്ളത്, ശരിയും ഏകദേശ ശരിയും വിവേചിക്കാനുള്ള കൃപ അവിടുത്തെ അഭിഷേകത്താൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ നിറയ്ക്കുമാറാകണമേ. എൻ്റെ ദൈവസഭ അവിടെ നിറയ്ക്കുമാറാകണമേ എന്ന് ഒരു നിമിഷം ഒന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കാമോ? അതരങ്ങൾ തുറന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. പ്രിയരെ, കർത്താവ് നമുക്ക് തന്ന അഭിഷേകമല്ല സമ്പത്ത്. പണ്ട് പാടിയതുപോലെ യേശു മാത്രമാണ് സമ്പത്ത്. എനിക്കൊരു അയ്യറലമും വേണ്ട, എനിക്കൊരു ഉന്നതറലത്തിലും പോവണ്ട. യേശു നടന്നതുപോലെ ഈ ഭൂമിയിൽ എനിക്ക് നടക്കണം. അതിനെന്നെ അഭിഷേകം ചെയ്യുമാറാകണമേ. എന്നെ അഭിഷേകം ചെയ്യുമാറാകണമേ. ഈ 2024 കഴിയുന്നതിന് മുൻപേ എന്നെ അഭിഷേകം ചെയ്യുമാറാകണമേ. എന്തിനാ? സത്യത്തിൽ നിൽക്കുവാൻ, അവസാനത്തോളം എൻ്റെ വിരുദ്ധ തെറ്റിപ്പോകാതെ, അസ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതെ പോകുവാൻ ഇടയാകാതെ, അവസാനത്തോളം ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ അനോയിന്റ് മീ ലോർഡ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞാൻ എന്നെ തന്നെയും അവിടുത്തെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Father, give us a spirit of discernment. Help us through your Holy Spirit to discern for the body of Christ. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സ്വയ താല്പര്യത്തിന് വേണ്ടിയല്ല കർത്താവേ, because we love you and your body. Thank you for speaking to us. In Jesus' name we pray. Amen. ആത്മാവിൻ ശക്തി